അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിലുള്ള ചെറിയ സൈസ് ഏകദേശം ഒരു 1.5 ഇഞ്ച് വരുന്ന പിങ്ക് ജയൻറ്റ് ഗൗരാമികളെ നമ്മൾ പുറത്തെ ടബ്ബുകളിലേക്ക് മാറ്റാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ സൈസാണ്, 1.5 ഇഞ്ചൊക്കെ വരുന്നുള്ളൂ. 4 എണ്ണമാണ് ഈ ഒരു ചെറിയ സൈസ് നമ്മുടെ കയ്യിലുള്ളത്. അതിൽ ഹെൽത്തി ആയിട്ടുള്ള 3 പീസിനെയാണ് ഞാനിപ്പോൾ ഈ കണ്ടെയ്നറിൽ ഇട്ടിട്ടുള്ളത്. ഒരെണ്ണത്തിന് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. നമ്മൾ കൊണ്ടുവന്നപ്പോൾ ഒന്നും ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. കുറച്ച് നാൾ നമ്മൾ ഇൻഡോർ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നം വന്നത്. ഇത് എപ്പോഴും ഉണ്ടാവാറുള്ളതാണ്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കുറച്ച് നാൾ അധികം എന്തെങ്കിലും തിരക്ക് കാരണം അല്ലെങ്കിൽ നമുക്ക് ടബ്ബുകളൊക്കെ ഒഴിവില്ലാത്ത ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരാഴ്ചയ്ക്ക് നമ്മൾ മാക്സിമം വെക്കാറുള്ളൂ. അതിൽ കൂടുതൽ വെക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് വരും. കാരണം ഇവർ നാച്ചുറൽ ആംബിയൻസിലല്ലേ ഇരിക്കുന്നത്. ഇതുപോലെ കണ്ടെയ്നറിലൊക്കെ ഇരിക്കുമ്പോൾ ചെറിയ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. കണ്ടില്ലേ, ഒരെണ്ണത്തിന് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ വന്നു. അപ്പോൾ ഞാൻ മെത്തലിൻ ബ്ലൂവും സോൾട്ടും ആഡ് ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷനിൽ ഇട്ട് വെച്ചേക്കാണ്. തുടക്കത്തിലൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല ആക്റ്റീവായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ഇഷ്യൂ വന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പുറത്തേക്ക്, അതായത് ഔട്ട്ഡോർ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നോക്കും. ഔട്ട്ഡോർ മാറ്റാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് കുറച്ചധികം നാൾ നമ്മൾ ഇൻഡോർ വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വാലിൻ്റെ അവിടെ ഒരു റെഡ് കളർ കാണുന്നുണ്ട്. അപ്പോൾ ഇത് എന്തെങ്കിലും പാരസൈറ്റ് അല്ലെങ്കിൽ ഫംഗസ് പോലെ എന്തെങ്കിലും ആണെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോൾട്ടും അതുപോലെ മെത്തലിൻ ബ്ലൂ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സമയം കൊണ്ട് ഇത് മാറേണ്ട സമയമായിട്ടുണ്ട്, പക്ഷേ ഇത് മാറിയിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ബാക്ടീരിയ ഇൻഫെക്ഷൻ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ടി വരും. ഇത് ചെറുതായതുകൊണ്ട് ആൻറ്റിബയോട്ടിക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ വരുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. എങ്കിലും ചിലപ്പോൾ നമ്മൾ 1-2 ദിവസം കഴിയുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ആൻറ്റിബയോട്ടിക്. കാരണം ഇതിൻ്റെ ടെയിലിൽ ചെറിയൊരു ഡിസ്കളറേഷൻ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ഫിൻറോട്ടിൻ്റെ എങ്ങനെ തുടക്കമാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആൻറ്റിബയോട്ടിക് തന്നെ കൊടുക്കേണ്ടി വരും. കാരണം ഫിൻറോട്ട് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഇൻഫെക്ഷനാണ്. പക്ഷേ ഇത് അത് തന്നെയാണോ എന്ന് നമുക്ക് ഉറപ്പില്ല. ഇതുപോലെ ഇൻഡോറൊക്കെ വെക്കുന്ന സമയത്ത് സ്ട്രെസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ഇത്തരം ഇഷ്യൂസ് വരാറുണ്ട്. മെയിനായിട്ട് ഈ സ്വിം ബ്ലാഡറിൻ്റെ ഒക്കെ പ്രോബ്ലം, പിന്നെ അവർക്ക് നീന്താനായിട്ട് പ്രോബ്ലം വരും. ഇത് നമ്മൾ മുമ്പും കണ്ടിട്ടുള്ളതാണ്. സ്വിം ബ്ലാഡറിൻ്റെ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും ഇതിനെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് റിക്കവറി ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും ഇതിനെ നമ്മൾ ഔട്ട്ഡോർ മാറ്റുന്നില്ല. ബാക്കി 3 എണ്ണത്തിനെയാണ് നമ്മൾ ഔട്ട്ഡോർ മാറ്റാനായിട്ട് പോണത്. അപ്പോൾ അവിടെ നമ്മൾ 2 ടബ്ബുകൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 എണ്ണത്തിനെ നമുക്ക് അതിലേക്ക് ഇറക്കി വിടാം. പിന്നെ ഒരെണ്ണത്തിന് ഞാൻ താൽക്കാലികമായിട്ട് ചെറിയൊരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കുകയാണ്. കാരണം അതിനെ ഇടാനായിട്ടുള്ള ടബ്ബ് ഇപ്പോൾ വേറൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തേക്കാണ്. അത് ഒഴിവായതിന് ശേഷം നമ്മൾ അതിനെ ആ ഒരു ടബ്ബിലേക്ക് മാറ്റുന്നതായിരിക്കും. അപ്പോൾ കറൻ്റ്ലി നമ്മൾ 3 എണ്ണത്തിനെയാണ് ഔട്ട്ഡോർ മാറ്റാനായിട്ട് പോണത്. അപ്പോൾ നമ്മളിത് ആ 3 ചെറിയ കണ്ടെയ്നറുകൾ ഇതേ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. 3 എണ്ണത്തിൽ ഒരെണ്ണം കുറച്ച് സൈസുള്ള കുഞ്ഞാണ്, ബാക്കി 2 എണ്ണം ഏകദേശം ഒരുപോലെയാണ് ഇരിക്കുന്നത്. നമ്മൾ കൊണ്ടുവന്ന ഉടനെ തന്നെ ഇതുപോലെ ടബ്ബുകളിലേക്കും അല്ലെങ്കിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച ടാങ്കുകളിലേക്കൊക്കെ ഇറക്കി വിടുകയാണെങ്കിൽ വളരെ സേഫാണ്. ഇതുപോലെ നമ്മൾ സ്പേസ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഇൻഡോറൊക്കെ വെക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. കാരണം ഇൻഡോർ ഒരിക്കലും നമുക്കൊരു നാച്ചുറൽ ആംബിയൻസ് കിട്ടില്ല. ഇതുപോലുള്ള ഔട്ട്ഡോർ ടാങ്കുകൾ, ഇപ്പോൾ ഔട്ട്ഡോർ തന്നെ ഇതുപോലെ ഡ്രസ്സ് അടിച്ച ആ ഒരു സംഭവം എന്താ പറയുക സ്പേസിന് കീഴിൽ ഇപ്പോൾ നമ്മൾ ടബ്ബുകളാണെങ്കിലും ബക്കറ്റുകളാണെങ്കിലും അതിലൊക്കെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് വെള്ളവും കാര്യങ്ങളും ആൽഗയൊക്കെ അടിച്ച് കിടക്കുന്നത്. ഔട്ട്ഡോർ ടാങ്ക് തന്നെ ആവണമെന്നൊന്നുമില്ല. ഇതുപോലെ നമ്മുടെ വീടിൻ്റെ മുകളിൽ ഡ്രസ്സ് അടിച്ചതിന് കീഴിൽ വെച്ചിട്ടുള്ള കണ്ടെയ്നറുകളാണെങ്കിലും നമുക്കറിയാലേ, കണ്ടില്ല, ഇത് ഓപ്പൺ എയർ ആണ്. അപ്പോൾ ലൈറ്റ്, ഹീറ്റ്, എയർ സർക്കുലേഷനൊക്കെ നാച്ചുറലായിട്ട് തന്നെ ടബ്ബുകളിലേക്കും ബക്കറ്റുകളിലേക്കും അല്ലെങ്കിൽ കണ്ടെയ്നറുകളിലേക്കൊക്കെ വരും. ഇൻഡോർ വെക്കുമ്പോൾ ഇതൊന്നും കിട്ടില്ല. അതുകൊണ്ടാണ് ഇൻഡോർ വെക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഈ അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ നമുക്ക് കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെ വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അതും മീനുകൾക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഈ ജയൻറ്റ് ഗൗരാമികൾ എത്ര ചെറിയ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ആംബിയൻസ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ ഈസി ആയിട്ട് വളർത്തി വലുതാക്കാൻ പറ്റും. അതേസമയം ഏതെങ്കിലും രീതിയിൽ സ്ട്രെസ് വരികയാണെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ചില ഇഷ്യൂസൊക്കെയാണ് ഇവർക്ക് വരുന്നത്. അല്ലാതെ ഫംഗസ്, അതുപോലെ വൈറ്റ് സ്പോട്ട്, അത്തരം സംഭവങ്ങൾ, ഡ്രോപ്സി പോലുള്ള അസുഖങ്ങളൊന്നും പെട്ടെന്ന് ഇവർക്ക് വരാറില്ല. തീരെ മോശമായിട്ടുള്ള വെള്ളത്തിൽ കുറേ നാളൊക്കെ ഇടുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. നമ്മുടെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് മറ്റേ സ്വിം ബ്ലാഡറിൻ്റെ ഒരു പ്രോബ്ലമാണ്. അത് സ്ട്രെസ്സിൽ നിന്ന് വരുന്നതാണ്. ഇതുപോലെ നമ്മൾ ഇൻഡോറൊക്കെ കുറച്ച് നാൾ വെക്കുമ്പോൾ വരുന്നതാണ്. അല്ലാതെ ഫംഗസ്, വൈറ്റ് സ്പോട്ട്, ഡ്രോപ്സി അല്ലെങ്കിൽ ഫിൻറോട്ട് പോലുള്ള അസുഖങ്ങളൊന്നും ഇതുവരെ നമ്മുടെ ജയൻറ്റ് ഗൗരാമികൾക്ക് വന്നിട്ടില്ല. ഔട്ട്ഡോർ ആണ് വളർത്തുന്നുണ്ടെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസിൽ 100% സേഫ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പുതിയ ജയൻറ്റ് ഗൗരാമികളെ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ അത് കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ മീഡിയം സൈസ്, ഏത് സൈസ് ആണെങ്കിലും നമ്മൾ ടാങ്കിനകത്ത് പകുതി ഭാഗം ഫ്രഷ് വെള്ളവും, അതായത് ഒരു 50% ഫ്രഷ് വെള്ളവും ബാക്കി 50% ആൽഗെ വാട്ടറും മിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. പുതിയതായിട്ട് മീനുകളെ ടാങ്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്ട്രെസ് ഒഴിവാക്കാനൊക്കെ ഈ ഒരു ആൽഗെ വാട്ടറിൻ്റെ ആ ഒരു ഷെയ്ഡ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. മാത്രമല്ല ഓൾറെഡി നമ്മൾ ആൽഗെ വാട്ടർ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നെ അധികം സമയം എടുക്കില്ല വെള്ളത്തിലേക്ക് ഫുള്ളായിട്ട് സ്പ്രെഡ് ആവാനായിട്ട്. മീനുകൾ പെട്ടെന്ന് തന്നെ ഈ സ്ട്രെസ്സിൽ നിന്നൊക്കെ റിക്കവർ ആവുന്നത് കാണാം. അതുപോലെ തന്നെ വെള്ളത്തിൽ നാച്ചുറൽ ആയിട്ടുള്ള ഫിൽട്രേഷൻ നടക്കും. അതുകൊണ്ട് ജയൻറ്റ് ഗൗരാമികളെയാണ് നിങ്ങൾ വളർത്താനായിട്ട് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും ആൽഗെ വാട്ടറിൽ വളർത്താനാണ്. ഈ കാണുന്ന 2 ടബ്ബിൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഇതിനകത്ത് റെഡ് ടെയിലാണ് കിടക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് കാണുന്നതിൽ 2 പിങ്ക് കിടക്കുന്നുണ്ട്. ഈ 2 ടബ്ബിലേക്കാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റുള്ള ടബ്ബിലും കിടക്കുന്നത് 2 റെഡ് ടൈലുകളാണ്. അപ്പോൾ ആ കാണുന്ന 3 ചെറിയ കണ്ടെയ്നറുകളിൽ നമുക്ക് വലുതിനെ നോക്കി 2 എണ്ണത്തിനെ ഈ കാണുന്ന 2 ടബ്ബുകളിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള ഒരെണ്ണത്തിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയൊരു കണ്ടെയ്നറിലേക്ക് താൽക്കാലികമായിട്ട് മാറ്റാം.
നമ്മൾ ക്രേഫിഷുകൾ ഇട്ട് വെച്ചിട്ടുള്ള ഒരു ചെടിച്ചട്ടി ഇപ്പോൾ കാലിയായിട്ട് ഇരിക്കുന്നുണ്ട്. അതിൽ താൽക്കാലികമായിട്ട് നമുക്ക് ഇടാം. എന്നിട്ട് പിന്നെ നമ്മുടെ കയ്യിലൊരു ടബ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഒരു കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്തേക്കാണ്. അതൊന്ന് കാലിയായതിന് ശേഷം നമുക്ക് അതിനെ അതിലേക്ക് മാറ്റാം, ആ ടബിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഇവർ ഇടാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള 2 ടബുകൾ നമ്മൾ തുറന്ന് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്ത് സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഇട്ടിരിക്കുകയാണ്. നമ്മൾ 50% വെള്ളമാണ് മാറ്റിയത്. ബാക്കി ആൽഗെ വാട്ടർ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ ടോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം ഇതുപോലെ ഗ്രീൻ വാട്ടർ ആയിട്ട് ഇടുന്നതാണ് നല്ലത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കൊന്നും യാതൊരുവിധ സ്ട്രെസ്സോ കാര്യങ്ങളോ ഉണ്ടായിരിക്കില്ല. ഒരു പെട്ടെന്ന് തന്നെ സിറ്റുവേഷനുമായിട്ട് അഡാപ്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ വലുതായി തുടങ്ങും. ഔട്ട്ഡോർ വളർത്തുമ്പോൾ ഇതുപോലെ കുറേ ഗുണങ്ങളുണ്ട്. ഇതുപോലെ കണ്ടെയ്നറുകളിൽ കുറച്ച് വെള്ളം നിറച്ച് നമ്മളിൽ ഓൾറെഡി ആൽഗെ വാട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഒഴിച്ച് കുറച്ച് ലൈറ്റ് അടിക്കുന്ന സ്ഥലത്ത് ഈ കണ്ടെയ്നർ കൊണ്ടുവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഗ്രീൻ വാട്ടർ ആയിക്കോളും. ഇനി ആൽഗെ വാട്ടർ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഫ്രഷ് വെള്ളം വെച്ചാലും കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ നാച്ചുറലായിട്ട് തന്നെ ആൽഗെ അതിനകത്ത് ഫോം ചെയ്ത് തുടങ്ങിക്കോളും. ഇടയ്ക്ക് നമ്മളൊരു സൈഫൺ ഉപയോഗിച്ചിട്ട് അടിഭാഗത്തുള്ള അഴുക്ക് കാര്യങ്ങളെല്ലാം വലിച്ച് കളയുക. അതോടൊപ്പം ഒരു 25% 30% വെള്ളവും കളഞ്ഞ് ആ വെള്ളം മാത്രം ഒന്ന് ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുക. അത്ര മാത്രം ചെയ്തു പോയാൽ മതി. ഈ സെയിം സംഭവം നമ്മൾ മഴക്കാലത്ത് അല്ലെങ്കിൽ തണുപ്പ് കാലത്താണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെള്ളം തണുത്ത് എടുക്കുന്ന ഒരു ക്ലൈമറ്റ് ആണെങ്കിൽ കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ചൂടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം പാരസൈറ്റ്സും ഫംഗസും ടെമ്പറേച്ചർ കൂടുന്ന ആ ഒരു സാഹചര്യത്തിൽ അധികം വെള്ളത്തിൽ ഫോം ചെയ്യാറില്ല. അപ്പോൾ സോൾട്ട് ആഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതായത് നമ്മുടെ വെള്ളം വാമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്ലൈമറ്റ് കുറച്ച് ചൂട് ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും നമ്മൾ 2 എണ്ണത്തിനെ ഈ ടബുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരെണ്ണമാണ് ബാക്കിയുള്ളത്. അതിനെ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ചെറിയ കണ്ടെയ്നറിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെയാണ് നമ്മൾ വെള്ളം സെറ്റ് ചെയ്ത് ഇട്ടേക്കണമെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവർക്ക് യാതൊരു സ്ട്രെസ്സോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. പെട്ടെന്ന് തന്നെ ഒരു സിറ്റുവേഷനോട് അഡാപ്റ്റ് ആവുകയും ചെയ്യും. നമ്മൾ കൊടുക്കുന്ന ഫുഡ് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ കഴിച്ചു തുടങ്ങും. ഇപ്പോൾ ഓൾറെഡി അവർ ചെറിയൊരു സ്ട്രെസ്സിലായിരിക്കും, കാരണം പുതിയ സ്പേസ് ആയതുകൊണ്ട്. പക്ഷേ ലൈറ്റ് കാര്യങ്ങളൊന്നും ഈ ആൽഗെ ഒരു ഷീൽഡായിട്ട് നിൽക്കുന്നത് കൊണ്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും ഡയറക്റ്റ് അടിക്കില്ല. കണ്ടില്ല, നമുക്കിപ്പോൾ മീനിനെ കാണാൻ പോലും പറ്റുന്നില്ല. കാരണം എന്തുകൊണ്ടാണ് ലൈറ്റ് ഡയറക്റ്റ് അതിലേക്ക് ഹിറ്റ് ചെയ്യുന്നത്? ഈ ഒരു ആൽഗെ തടയാണ് ചെയ്യുന്നത്. ആൽഗെ ഒരു ഷീൽഡായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മീനുകൾക്ക് തീരെ സ്ട്രെസ് ഉണ്ടായിരിക്കില്ല. അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് അടിയിൽ പോയിട്ട് ഇങ്ങനെ ഒളിച്ച് നിൽക്കാനായിട്ട് പറ്റും. മീനുകൾക്ക് നല്ല സേഫ്റ്റി ഫീൽ ചെയ്യുന്നുള്ളതാണ്. നമ്മൾ ആ 2 ടബുകൾ ഒരു ദിവസം മുമ്പ് സെറ്റ് ചെയ്തിട്ടതാണ്. നമ്മൾ എയറേഷനും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. നമ്മൾ വാട്ടർ ചേഞ്ചാണ് പൊതുവെ കൊടുക്കാറുള്ളത്. പക്ഷേ വലിയ ടാങ്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയറേഷനും കൂടിയും കൊടുക്കാം. നല്ല രീതിയിൽ വെള്ളം കണ്ടീഷനായിട്ട് കിടക്കും. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ പീസിനെ ഈ ഒരു ചെറിയ കണ്ടെയ്നറിൽ, ഈ ഒരു ചെടിച്ചട്ടിയിലാണ് നമ്മൾ താൽക്കാലികമായിട്ട് ഇടുന്നത്. ഇതിനകത്ത് നമ്മൾ നോർമൽ വാട്ടറും പ്ലസ് കുറച്ച് ആൽഗെ വാട്ടറും ഒഴിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, കുറച്ച് ക്ലൗഡി ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം, ഒരു യെല്ലോ കളറിൽ. അത് ഇതിനകത്ത് ആൽഗെ വാട്ടർ ഞാൻ മിക്സ് ചെയ്തുകൊണ്ടാണ്. പിന്നെ കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് പെല്ലറ്റ് ഫുഡും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ കുറച്ച് ലൈറ്റ് അടിക്കുന്ന ഒരു ഏരിയയിലാണ്, ലൈറ്റ് അടിക്കാന്ന് പറഞ്ഞാൽ അത്യാവശ്യം സൺലൈറ്റ് വരുന്ന ഒരു ഏരിയയിലാണ് വെക്കാൻ പോകുന്നത്. അതായത് ഒരു സൈഡിലേക്ക് കുറച്ച് ലൈറ്റ് കിട്ടിയാൽ മതി, എന്നാലാണ് ഈ ആൽഗെ നല്ല രീതിയിൽ ഫോം ചെയ്ത് വരുള്ളൂ. കുറച്ച് ലൈറ്റ് അടിക്കുന്ന ഏരിയ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് നല്ല രീതിയിൽ ഗ്രീൻ കളറിലേക്ക് മാറും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധികകാലമൊന്നും നമ്മൾ ഇതിനെ ഈ കണ്ടെയ്നറിൽ, ഈ ചെടിച്ചട്ടിയിൽ ഇടാനായിട്ട് പോകുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ തന്നെ നേരത്തെ കാണിച്ച സൈസ് ആ ഒരു ടബിലേക്ക് നമ്മളിതിനെ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെറിയ പിങ്ക് ജയൻറ്റ് ഗൗരാമികളെ ഈ ഒരു ഔട്ട്ഡോർ സ്പേസിലേക്ക് മാറ്റിയിരിക്കുകയാണ്. തൊട്ട് മുമ്പത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ 4 ആൽബിനോകളെയാണ് മാറ്റിയത്. ചെറിയ സൈസ് ആൽബിനോകളെ നമ്മൾ ബക്കറ്റുകളിലേക്കും അതുപോലെ തന്നെ ഒരു ടബിലേക്കായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർക്ക് നമ്മുടെ ചാനൽ ചെക്ക് ചെയ്താൽ കാണാവുന്നതാണ്. അതിന് മുമ്പ് നമ്മൾ ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമികളെ മാറ്റിയിട്ടുണ്ടായിരുന്നു ഔട്ട്ഡോർ ടാങ്കിലേക്ക്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചാനൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. ഈ ടബുകൾ ഇരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് നമുക്ക് കുറച്ച് റീഅറേഞ്ച്മെൻറ്റുകൾ മാത്രമാണ് ഈ ചെയ്യാനുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് ടൈലുകൾ ഇരിക്കുന്നുണ്ട്. 2 സൈഡിലായിട്ടാണ് റെഡ് ടൈലുകളുടെ ടബുകൾ ഉള്ളത്. അത് ജസ്റ്റ് ഒറ്റ ലൈനിലേക്ക് നമ്മൾ മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പിങ്കുകളും 2 സൈഡിലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ റെഡ് ടൈലിനെയും ഈ പിങ്കുകളെയും കൂടിയിട്ട് ജസ്റ്റ് സിംഗിൾ ലൈനിൽ ഇങ്ങനെ തിരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതായത് ഒരു സൈഡിലെ ലൈനിൽ റെഡ് ടൈലുകളും മറ്റേ സൈഡിലെ ലൈനിൽ പിങ്കുകളും എന്നുള്ള നിലയ്ക്ക്. ഈ കാണുന്ന ചെടിച്ചട്ടികളെല്ലാം നമ്മൾ ക്രേഫിഷിൻ്റെ ചെറിയ കുഞ്ഞുങ്ങളെയാണ് ഇട്ടിട്ടുള്ളത്. എല്ലാത്തിനെയും നമ്മൾ സിംഗിൾ പീസുകളായിട്ട് ക്രേഫിഷുകളെ മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം കുറച്ച് ബിസി ആയിരുന്നു, കണ്ടില്ല. ചെടിച്ചട്ടികളെല്ലാം നമ്മൾ ആ ഒരു കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ സെറ്റ് ചെയ്തതാണ്. വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ചെടിച്ചട്ടിയിലിട്ട് ആ പിങ്ക് ജയൻറ്റ് ഗൗരാമി ഇതേ ഇവിടെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. തൊട്ടടുത്ത് കാണുന്ന ആ ടബിൽ ആൽബിനോൻ്റെ കുഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ലൈറ്റ് അടിക്കുന്ന ഒരു ഏരിയ ആണ്. അതായത് ഡയറക്റ്റ് ഇങ്ങനെ കുത്തി അടിക്കുകയല്ല, സൈഡിൽ നിന്നാണ് ലൈറ്റ് അടിക്കുന്നത്. അപ്പോൾ വെള്ളത്തിലെ ആൽഗെ കുറച്ചും കൂടി നല്ല രീതിയിൽ ഫോം ചെയ്ത് ഗ്രീൻ കളറിലേക്ക് വന്നോളും. അപ്പോൾ ശരി ഗൈസ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.